ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവീസ് ആൻഡ് ഷോസ് എന്ന് കണ്ടു IMDbയുടെ. അപ്പോൾ അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമുണ്ട്. ഈ 5ാമത് ഖലീഫ, 6ാമത് IM ഗെയിം എടുക്കണേ. ഫസ്റ്റ് ടോക്സിക്കാണ്, എന്തായാലും ആയിരിക്കുമല്ലോ. 4ാമത് വിശ്വനാഥ് ആൻഡ് സൺസ്, സൂര്യയുടെ. ഈ 5ാമത് ഖലീഫ, ഈ ഖലീഫയുടെ പ്രൊമോഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതും കൂടിയും പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ടൈമിൽ കേട്ടോ. 5ാമതാണ് ഈ IMDbയിൽ കിടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരുടെ പ്രൊമോഷൻസ് പോണേ. പിന്നെ IM ഗെയിം 5ാമത് 4ാമത് അങ്ങോട്ട് ആയിരുന്നു. IM ഗെയിം താഴത്തേക്ക് വന്നു. എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഹൈപ്പ് ഉണ്ട്. അപ്പോൾ അല്ലാണ്ട് ശരിയാണ്, ഓഫ് കോഴ്സ് വരില്ല. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഇത് ഇറങ്ങിയേ പറ്റുള്ളൂ, ഇപ്പം ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കണം. എനിക്കറിയില്ല, ഫസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു എല്ലാ പടത്തിനും. IM ഗെയിമിനാണെങ്കിലും ഖലീഫയ്ക്കാണെങ്കിലും. ഇപ്പോൾ ഖലീഫയുടെ ട്രെയിലർ വന്നിട്ടില്ല. ട്രെയിലർ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഗംഭീര സാധനമായിരിക്കും. കാരണം ലാലേട്ടൻ ഒരു ക്യാമിയോ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് വൈശാഖിൻ്റെ പടമാണ്. പിന്നെ പൃഥ്വിരാജ്, ആക്ഷൻ ഓറിയൻറ്റഡ് പക്ക. ജെയ്ക്സ് ബിജോയ്, ചമ്മൻ, ഒന്നും പറയാനില്ല. അതൊരു സംഭവമായിരിക്കും. പിന്നെ IM ഗെയിം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദുൽഖർ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് IM ഗെയിം. പക്ഷെ ഒരു പുതിയൊരു എക്സ്പെരിമെൻ്റ്. അത് കാരണം കൊണ്ട് പടം ഇടയിൽ നിൽക്കില്ല. ഒന്നില്ലെങ്കിൽ അവിടെ, ഒന്നില്ലെങ്കിൽ ഇവിടെ, അങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നണേ. ഇതാണെങ്കിലും കുഴപ്പമില്ല. ആഫ്റ്റർ RDX നോക്കാം. അത് നല്ല പടമായിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു എക്സ്പെരിമെൻ്റൽ സംഭവമാണ്. എത്ര ആൾക്കാർക്ക് അത് ദഹിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ ലോക എക്സ്പെരിമെൻ്റലായിരുന്നല്ലോ. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമായി, ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണെന്ന് എനിക്കറിയില്ല. നോക്കാം. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഓണത്തിന് അങ്ങനത്തെ ഒരു പടം എത്തുന്നത് ഈ നമ്മുടെ ബത്ലഹേം കുടുംബ യൂണിറ്റാണ്. നിവിൻ പോളി, ഗിരീഷ് ഏടി, മമിത, വേറെ എന്ത് വേണം, ഒരു ഫാമിലി പടം. അതുപോലെ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒന്ന് റിലാക്സായി സന്തോഷിക്കാൻ, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി കാണാൻ പറ്റുന്നൊരു പടം അതായിരിക്കുമല്ലോ. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഹോപ്പുള്ളൊരു പടമാണ്. പിന്നെ ഓഫ് കോഴ്സ് ടോക്സിക് ഉണ്ട്. എല്ലാവരും കുറ്റം പറയണ്ട കേട്ടോ ടോക്സിക്കിനെ. ഈ ഡ്രാമ അല്ലെങ്കിൽ നാടകീയത സെറ്റിട്ട പോലെ അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും കാണണം. സർട്ടിഫൈഡ് ആണ്, 18+ ആണ്. പക്ഷേ കുറ്റങ്ങളൊക്കെ പറയണമെങ്കിലും എല്ലാവർക്കും കാണണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഷിൻ്റെ സ്ക്രീൻ പ്രസൻസ് എല്ലാവർക്കും ആസ്വദിക്കണം. അത് ഈ KGF-ന് ശേഷമാണ്. അതുതന്നെയാണ് പടത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ വിശ്വനാഥൻ സൺസ്, അത് വെങ്കിയാറ്റിലൂരിയുടെ പടമാണ്. അതൊരു പക്ക ഫാമിലി പടമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി അത് മാത്രമല്ല, ആക്ഷനും കൂടി ഉണ്ട്. എനിക്ക് അങ്ങനത്തെ പടങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര റിച്ച് ഫ്രെയിംസ് ആയിരിക്കും. നമുക്കൊരു ദാരിദ്ര്യം എവിടെയും ഫീൽ ചെയ്യില്ല. ദാരിദ്ര്യം ഇൻ ദ സെൻസ് ആ ഒരു റിച്ച്നെസ് ആയിട്ടത്. പിന്നെ കളേഴ്സും ആ ഒരു ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളതൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. അത്രയും പൈസ ഉള്ള ഒരു ഹീറോ, ആളിങ്ങനെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം, നല്ല കളർഫുള്ള് പരിപാടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ തെലുങ്ക് പടങ്ങളാണ് അങ്ങനെ കുറേ ഇറങ്ങാറ്. മഹേഷ് ബാബുവിൻ്റെ പടങ്ങളൊക്കെ അങ്ങനത്തെ കുറേ പടങ്ങളാണ്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് ഓണത്തിൻ്റെ പരിപാടികൾ. പിന്നെ പാരഡൈസ്, അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ഓണത്തിന് ഏതായിരിക്കും ഏറ്റവും അടിപൊളി പടം? നിങ്ങൾക്ക് എന്താ തോന്നണേ? നമുക്ക് എല്ലാ കാറ്റഗറീസിലും പടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇത് പടമായിരിക്കും കാണാം. ചിലർ 2 പടമൊക്കെ കാണും എന്തായാലും ഫസ്റ്റ് ഡേ. ചിലപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ നാട്ടം ഞാൻ ഉദ്ദേശിക്കണേ. അല്ലാണ്ട് ഇത് ഇറങ്ങണത് പല ദിവസങ്ങളാണ്. IM ഗെയിമും ഖലീഫ മാത്രമേ ഒറ്റ ദിവസം ഇറങ്ങണുള്ളൂ. ബാക്കി എല്ലാതും പല ദിവസങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഇതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക? ഏത് പടമായിരിക്കും കാണുക? ഏത് പടം കാണാണ്ടിരിക്കുക?
അയ്യേ എനിക്ക് അവൻ ഇഷ്ടമല്ല, എനിക്ക് അവിടെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനത്തെ ജോണർ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നോക്ക് പറയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഓക്കെ.